ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഫക്റ്റ് ഓഫ് ഇമ്പാക്ട് ഓൺ ദ ഡിസൈൻ ഓഫ് റിജിഡ് പെർമനന്റ് ഈസ് അക്കൗണ്ടഡ് ഫോർ ബൈ. അപ്പം എഫക്റ്റ് ഓഫ് ഇമ്പാക്ട് റിജിഡ് പെർമനന്റ് വരുമ്പം അതിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിജിഡ് പെർമനൻസിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസിംഗ് ദ തിക്നെസ് ആസ് വുഡ് ബി കാൽക്കുലേറ്റഡ് വിത്ത് സ്റ്റാറ്റിക് വീൽ ലോഡ്, പ്രൊവൈഡിംഗ് എ ബേസ് കോഴ്സ്, adopting a reduced fracture strength of concrete through a factor of safety, adopting an increased stress relative to that produced by static wheel load ആണ് ഇവിടെ കിടക്കുന്നത്. സ്റ്റാറ്റിക് എന്നുള്ള വാക്ക്, സ്റ്റാറ്റിക് വീൽ ലോഡ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ റിജിഡ് പെർമനൻസിൽ ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുത്താലും പറ്റും? തിക്നെസ് ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസിങ് ദ തിക്നെസ്, സ്റ്റാറ്റിക് വീൽ ലോഡിൽ കിട്ടുന്ന എന്താണ് തിക്നെസ്സിലും കൂടുതൽ തിക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഇമ്പാക്റ്റിനെ റെസിസ്റ്റ് ചെയ്യും. അടുത്തത്, ഗിവൺ ദാറ്റ് ആർ റേഡിയസ് ഓഫ് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഇ ആണ്, ഈ വിട്ടുപോയി. ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, കെ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ, മ്യൂ പോയിസൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ്, എച്ച് തിക്നെസ് ഓഫ് സ്ലാബ്, പി വീൽ ലോഡ്. ദ കോമ്പിനേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് റിക്വയർഡ് ഫോർ ഒബ്റ്റൈനിങ് റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ് സ്ലാബ്. അപ്പം നമ്മൾ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ റേഡിയസ് ഓഫ് റിലേറ്റീവ് സ്റ്റിഫ്നെസ് എൽ ഈക്വൽ ടു ഇ എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ 12k ഇൻറ്റു 1 മൈനസ് ന്യൂ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/4 എന്നായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ടേംസാണ് വരുന്നത്? ഇ ഉണ്ട്, കെ ഉണ്ട്, ന്യൂ ഉണ്ട്, ആർ ഉണ്ടോ? ഇല്ല. അപ്പം ഇ ഉണ്ട്, എച്ച് ഉണ്ട്, കെ ഉണ്ട്, ന്യൂ ഉണ്ട്. ആറാണ് ഇല്ലാത്തത്, അപ്പോൾ ആറില്ല. പിന്നെ ഇ എച്ച് കെ ന്യൂ ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത് നോക്കിയേ. If the load, warping and frictional stresses at the edge in a cement concrete slab are, അതായത് വാർപ്പിംഗ് സ്ട്രെസ് ആൻഡ് ഫ്രിക്ഷണൽ സ്ട്രെസ്, അതായത് സിഗ്മ വാർപ്പിംഗ് അറ്റ് എഡ്ജ് ആൻഡ് സിഗ്മ ഫ്രിക്ഷണൽ, ഓക്കെ, അറ്റ് ദ എഡ്ജ് ഇൻ എ സിമെന്റ് കോൺക്രീറ്റ് സ്ലാബ് ആർ 210 Newton/mm² ആൻഡ് 90 Newton/mm². ആൻഡ് 10 ഒരു മിനിറ്റ്, ലോഡ് വാർപ്പിംഗ് ആൻഡ് ഫ്രിക്ഷണൽ സ്ട്രെസ് എന്നല്ലേ പറയുന്നത്. അപ്പം ലോഡ് എന്താണ്? അതായത് നമ്മുടെ സാധാരണ എഡ്ജിലെ സ്ട്രെസ് സിഗ്മ എന്ന് പറയുന്നത് എത്രയാണ്? 210 ആണ്. പിന്നെ നമ്മുടെ വാർപ്പിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് 210, വാർപ്പിംഗ് 90, പിന്നെ ഫ്രിക്ഷണൽ 10. ഓക്കെ, ഫ്രിക്ഷണൽ 10 റെസ്പെക്റ്റീവ്ലി. ദ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് സ്ട്രെസ് ഡ്യൂറിങ് സമ്മർ മിഡ് ഡേ. അപ്പം സമ്മർ മിഡ് ഡേ നമ്മൾ ഫസ്റ്റ് പഠിച്ച കേസ് അല്ലേ. സമ്മർ മിഡ് ഡേ എന്ന് പറയുമ്പോൾ എത്ര വരും? സിഗ്മ കൂട്ടണം എഡ്ജിലത്തെ, അതുപോലെ തന്നെ വാർപ്പിംഗ് അറ്റ് എഡ്ജ് കൂട്ടണം, ഫ്രിക്ഷൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പം 210 + 90 - 10 എന്ന് വരും. 210 + 90 300, 300 - 10 എത്ര വരും? 290. ഇവിടെ 290 എന്നാണ്. 290 എന്താണ്? Newton/mm² എന്നാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, ഫോർ എ 25 cm തിക്ക് സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ്, തിക്നെസ് എത്ര? 25 cm. അനാലിസിസ് ഓഫ് സ്ട്രെസ്സസ് ഗീവ് ദ ഫോളോയിങ് വാല്യൂസ്. വീൽ ലോഡ് സ്ട്രെസ്സസ് ഡ്യൂ ടു എഡ്ജ് ലോഡിംഗ്. എഡ്ജ് ലോഡിംഗ് കാരണം ഉണ്ടാകുന്ന വീൽ ലോഡ് സ്ട്രെസ് എന്ന് പറയുന്നത് 30 kg/cm² ആണ്. വീൽ ലോഡ് സ്ട്രെസ് ഡ്യൂ ടു കോർണർ ലോഡിംഗ്. അപ്പോൾ എഡ്ജ് ലോഡിംഗ് കാരണം ഉണ്ടാകുന്ന വീൽ ലോഡ് സ്ട്രെസ് തന്നിട്ടുണ്ട്. കോർണർ ലോഡിംഗ് കാരണം ഉണ്ടാകുന്ന വീൽ ലോഡ് സ്ട്രെസ് എത്ര? 32 kg/cm². ഇനി വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് കോർണർ റീജിയൻ ഡ്യൂറിങ് സമ്മർ. അപ്പോൾ ഈ കോർണർ റീജിയനിൽ വരുന്ന വാർപ്പിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് 9 kg/cm². എപ്പോഴും? സമ്മറിൽ. വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് കോർണർ റീജിയൻ ഡ്യൂറിങ് വിൻ്റർ 7 kg/cm². കോർണറിൽ തന്നെ വാർപ്പിംഗ് സ്ട്രെസ് വിൻ്ററിൽ 7 kg/cm² തന്നിട്ടുണ്ട്. വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് എഡ്ജ് റീജിയനിൽ വാർപ്പിംഗ് സ്ട്രെസ് സമ്മറിൽ 8 kg/cm². ഇനി എഡ്ജ് റീജിയൻ ഡ്യൂറിങ് വിൻ്റർ, വാർപ്പിംഗ് സ്ട്രെസ് അറ്റ് വിൻ്റർ എന്ന് പറയുന്ന 6 kg/cm². ഇനി ഫ്രിക്ഷണൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. സമ്മറിൽ എന്താണ്? സമ്മർ സമയത്ത് ഫ്രിക്ഷണൽ സ്ട്രെസ് 5 kg/cm² ആണ്.
ആൻഡ് വിൻ്റർ സമയത്ത് ഓക്കെ വിൻ്റർ സമയത്ത് ഇതുപോലെ വിൻ്റർ വരുന്ന സമയത്ത് എത്രയാണ് 4 kg/cm². ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്ട്രെസ് വാല്യൂ ഫോർ ദിസ് പേയ്മെൻറ്റ്. നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം ഇതുപോലെ ഒരു ടേബിൾ ആക്കിയിട്ടോ അല്ല നമുക്ക് അറിയാവുന്ന വിധം ഒരു എടുക്കാൻ എളുപ്പത്തിന് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് എഴുതി വെക്കുക. അപ്പം നമുക്ക് ക്രിട്ടിക്കൽ നമ്മൾ 3 കേസ് കൺസിഡർ ചെയ്തിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉള്ളൂ. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് കുറവാണ്. സമ്മർ മിഡ് ഡേ എന്ന് പറയുമ്പോൾ എത്ര വരും? സമ്മർ മിഡ് ഡേയിൽ നമ്മൾ എഡ്ജിലെ സ്ട്രെസ് എഡ്ജിലാണ് എടുക്കുന്നത് അല്ലേ. എഡ്ജിലെ സ്ട്രെസ് 30 കൂട്ടുക. അതുപോലെ തന്നെ സമ്മർ മിഡ് ഡേ ആകുമ്പോൾ സമ്മറിലെ വാർപ്പിംഗ് സ്ട്രെസ് 8 കൂട്ടുക. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ സ്ട്രെസ് സമ്മറിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ 38 - 5 33 എന്ന് വരും. ഓക്കെ, ഇനി വിൻ്റർ മിഡ് ഡേ ആകുമ്പോഴും ഇവിടെ എഡ്ജിലെ ക്രിട്ടിക്കൽ സ്ട്രെസ് വരുന്നത്. വിൻ്റർ മിഡ് ഡേ ആകുമ്പോൾ എഡ്ജിലെ സ്ട്രെസ് എങ്ങനെ വരും? 30 കൂട്ടുക. അതിൻ്റെ കൂടെ തന്നെ വിൻ്റർ ആയത് കാരണം വാർപ്പിംഗ് 6 ആണ്, അത് കൂട്ടുക. ഫ്രിക്ഷനും വിൻ്ററിലെ കൂട്ടുക. 4 36 40 kg/cm². ഓക്കെ, ഇനി വിൻ്റർ മിഡ് നൈറ്റ് ആകുമ്പോൾ ക്രിട്ടിക്കൽ സ്ട്രെസ് വരുന്ന കോർണറിലാണ്. അപ്പോൾ കോർണറിൽ നമ്മുടെ വീലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ കൂടെ എന്തോടെ കൂട്ടിയാൽ മതി? ഈ വാർപ്പിംഗ് സ്ട്രെസ് മാത്രം കൂട്ടിയാൽ മതി. വിൻ്റർ മിഡ് ഡേ ആകുമ്പം 32 + 7 39 വരും. അപ്പോൾ ഇതിനകത്ത് ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? മാക്സിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ 40 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ 40 kg/cm² ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഇൻ കേസ് ഓഫ് ഗവേണിംഗ് ഇക്വേഷൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് വീൽ ലോഡ് സ്ട്രെസ് യൂസിങ് വെസ്റ്റർഗാർഡ് അപ്രോച്ച്. അപ്പം വെസ്റ്റർഗാർഡ് അപ്രോച്ചിൽ നമ്മൾ എന്താ ഗവേണിംഗ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് വീൽ ലോഡ് സ്ട്രെസ് യൂസിങ് വെസ്റ്റർഗാർഡ് അപ്രോച്ചിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞില്ലേ, CX CY ഒക്കെ പറഞ്ഞ്. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ്. ലോഡ് സ്ട്രെസ്സസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വീൽ ലോഡ്. ഇൻവേഴ്സ്ലി ആയിരുന്നോ? അല്ല, എല്ലാത്തിനും P/H² എന്നാണ് വന്നിരുന്നത് അല്ലേ. മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ലോഡ് കാൽക്കുലേഷൻ. K നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്, പക്ഷേ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് വീൽ ലോഡുമായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? 1 ഫോൾസ് ആണ്, 2 ട്രൂ ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. അതിൽ ഏതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, ഏതാണ് ഇൻഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത് നോക്കി, ദ മിക്സ്ഡ് ഡിസൈൻ ഫോർ പേയ്മെൻറ്റ് കോൺക്രീറ്റ് ഈസ് ബേസ്ഡ് ഓൺ. നമ്മൾ മിക്സ്ഡ് ഡിസൈൻ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കോൺക്രീറ്റ് നമ്മളിപ്പം ഹയർ ഗ്രേഡ് ഒക്കെയാണ് നമുക്ക് ഡയറക്റ്റ് എടുത്ത് നമുക്കിപ്പം ഇത്ര ഗ്രേഡ് വരെ നമുക്ക് 1:1, 1.5:3 അങ്ങനെയൊക്കെ നമുക്ക് എന്ത് പ്രപ്പോർഷനുണ്ട്. ഹയർ ഗ്രേഡ് വരുമ്പോൾ നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്? ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ആണോ, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണോ, ഷിയർ സ്ട്രെങ്ത് ആണോ, ബോൺ സ്ട്രെങ്ത് ആണോ? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുന്നത്? ഫ്ലെക്ചറൽ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഫ്ലെക്ചറൽ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുന്നത്. അടുത്തത്, ദ വിഡ്ത്ത് ഓഫ് എക്സ്പാൻഷൻ ജോയിൻറ്റ് ഈസ് 20 mm. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ എ സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ് ദ ലേയിങ് ടെമ്പറേച്ചർ ഈസ് 20 degrees Celsius ആൻഡ് ദ maximum temperature in slab എന്നാണ്. maximum temperature in slab in summer is 60 degrees Celsius. അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ വേരിയേഷൻ എത്രയാണ്? 20 degrees Celsius ആയിരുന്നു എന്ത് ലേയിങ് ടൈമിൽ. മാക്സിമം ടെമ്പറേച്ചർ 60 degrees Celsius വരെ പോകും. കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 10 × 10⁻⁻⁶ mm/mm degree Celsius. ആൻഡ് ദ ജോയിൻറ്റ് ഫില്ലർ കംപ്രസസ് അപ് ടു 50% എന്ന് പറയുന്നുണ്ട് നമ്മുടെ മസ്റ്റിക് ഇതുപോലെ ആണെങ്കിൽ. ഓക്കെ, അടുത്തത് ദ സ്പേസിംഗ് ബിറ്റ്വീൻ എക്സ്പാൻഷൻ ജോയിൻസ് ഷുഡ് ബി. അപ്പോൾ മസ്റ്റിക് പാർട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 50% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളോട് എക്സ്പാൻഷൻ ജോയിൻസിനിടയിലുള്ള സ്പേസിംഗ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ച് ഓർക്കുന്നില്ലേ? LE നമ്മൾ സാധാരണ തെർമലിൻ്റെ പഠിച്ച ഇക്വേഷനുമായിട്ട് സിമിലർ ആയിട്ടൊരു ഇക്വേഷനാണെന്ന് പറഞ്ഞാൽ LE എന്ന് പറയുന്നത് Δ/α × T2 - T1 എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എക്സ്പാൻഷൻ സ്ലാബ് ലെങ്ത് എന്നാണ് പഠിച്ചത്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആ ഡെൽറ്റ എന്താണ്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാപ്പിൻ്റെ ഹാഫാണ് ഡെൽറ്റ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് എന്ത് ചെയ്യുക? ഹാഫായിട്ട് എടുക്കുക. 20/2 10 ആയിട്ട് എടുക്കുക. ഓക്കെ, ഡെൽറ്റ 10 ആണ്. ആൽഫ 10 × 10⁻⁻⁶ ആണ്. ടെമ്പറേച്ചർ വേരിയേഷൻ 60 - 20 ആണ്. അപ്പോൾ ഇതും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 10⁻⁶ / 40 എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 25,000 mm എന്ന് കിട്ടും. അതിനെ മീറ്റർ ആക്കുമ്പോൾ 25 meters എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രെസ് കോമ്പിനേഷൻസ് ആർ ആപ്ലിക്കബിൾ ഇൻ ഐഡൻറ്റിഫൈയിങ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഫോർ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് പേയ്മെൻറ്റ്. അപ്പം ഈ ക്രിട്ടിക്കൽ കണ്ടീഷന് എവിടെയായിരുന്നു വരുന്നത്? ലോഡ് വെച്ചിട്ടാണെങ്കിലും ടെമ്പറേച്ചർ വെച്ചിട്ടാണെങ്കിലും ക്രിട്ടിക്കൽ എവിടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്? എഡ്ജിലല്ലേ വന്നുകൊണ്ടിരുന്നത്. സമ്മർ മിഡേയിലും വിൻ്ററിലൊക്കെ എഡ്ജിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം മറ്റേതിൻ്റെ വാല്യൂ, കോർണറിലെ വാല്യൂ വളരെ കുറവാണ്, അപ്പോൾ അത് ക്രിട്ടിക്കൽ വരാൻ ചാൻസ് കുറവ്. അപ്പോൾ ലോഡാണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും ക്രിട്ടിക്കലിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? എഡ്ജ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഡി ആണ്. ടൈപ്സ് ഓഫ് സ്ട്രെസ് എപ്പോഴും ക്രിട്ടിക്കലായിട്ട് വരുന്നത് എഡ്ജിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ടെമ്പറേച്ചർ സ്ട്രെസ് അറ്റ് ക്രിട്ടിക്കൽ എഡ്ജ് റീജിയൻ ഇൻ റിജിഡ് പേയ്മെൻറ്റ് ഡിസൈൻ? അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ സ്ട്രെസ് കാൽക്കുലേഷൻ അറ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇൻ റിജിഡ് പേയ്മെൻറ്റ് ഡിസൈനിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സമ്മർ ആൻഡ് വിൻ്റർ, അതാണോ എടുക്കുന്നത്? നമ്മൾ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് എന്താ? ടെമ്പറേച്ചർ സ്ട്രെസ്സസ് അറ്റ് ദ ക്രിട്ടിക്കൽ എഡ്ജ് റീജിയനാണ്. അതായത് ക്രിട്ടിക്കൽ എഡ്ജ് റീജിയന് ടെമ്പറേച്ചർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ടെമ്പറേച്ചർ ടി എന്നുള്ള ടേം പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴത്തേന് നമ്മൾ പറഞ്ഞായിരുന്നു എന്താ ടി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? ടെമ്പറേച്ചർ റീജിയൻ ടെമ്പറേച്ചർ നമ്മൾ CX ഇൻറ്റു ഇ ആൽഫ ടി ഡിവൈഡഡ് ബൈ 2 എന്നൊക്കെ പറഞ്ഞില്ലേ? അതിൽ ടി എന്താണെന്നാണ് പറഞ്ഞത്? ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഡ്യൂറിങ് ഡേ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം. ഓക്കെ, അതായത് നമ്മുടെ ടോപ്പിലെ ടെമ്പറേച്ചറും ബോട്ടത്തിലെ ടെമ്പറേച്ചറും എത്ര ആണോ, ഇപ്പോൾ ഇതൊരു 10 ഡിഗ്രി ഇതൊരു 15 ആണെങ്കിൽ 5 ആ ഡിഫറൻസ് ആയിരുന്നു അല്ലേ? അപ്പം മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ല. ഓക്കെ, സമ്മറിലെ വിൻ്ററിലെ മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ല. അപ്പോൾ സ്ട്രെസ് കാണുമ്പോൾ ഇതാണ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോൺക്രീറ്റ് വരുന്നുണ്ട്, ആൽഫ വരുന്നുണ്ട്. സ്ലാബ് ലെങ്ത് LX/L LY/L ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്ലാബ് ലെങ്തും സ്ലാബ് വിഡ്ത്തും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തൊക്കെയാണ്? സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഏതാ? 2, 3, 4 വരണ്ടേ അല്ലേ? ഓപ്ഷൻ കൊടുത്തപ്പോൾ തെറ്റിപ്പോയത് 2, 3, 4 ആണ്. 2, 3, 4 ആണ്. ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പർപ്പസ് ഓഫ് സ്റ്റീൽ ബാർ റീഇൻഫോഴ്സ്മെന്റ് ഇൻ സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ്? സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് കോഡ്സ് ഗിവൻ ബിലോ. അപ്പം സ്റ്റീൽ ബാർ എന്തിനാ? ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, ടു പ്രിവെൻറ്റ് ദ ഓൺസെറ്റ് ക്രാക്ക് ഉണ്ടാകുന്ന പ്രിവെൻറ്റ് ചെയ്യും, പിന്നെ സ്പേസിങ് നമുക്ക് കുറച്ച് വൈഡറായിട്ട് കൊടുക്കാൻ പറ്റും, എല്ലാം പറ്റും അല്ലേ നമ്മൾ ബാർ പ്രൊവൈഡ് ചെയ്താൽ. അപ്പം 1, 2, 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇതുപോലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് വരാൻ ചാൻസ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നമുക്കിനിയിപ്പോൾ ഒരു ട്രാഫിക് എന്നൊരു പോർഷൻ കഴിഞ്ഞാൽ ഇത് കഴിയും. അതുകൊണ്ട് നമുക്ക് ബ്രിഡ്ജും ടണലും റെയിൽവേയും പഠിക്കാം കേട്ടോ. അത് ഓരോരോ ക്ലാസ് വീതം മതിയായിരിക്കും. അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.